शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगविध्यानगम्यं वन्दे विष्णुं भवेकरं सर्वलोकैकनाथं। ओं नमो भगवते वासुदेवाय, नमो भगवते वासुदेवाय। ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ നമ്മൾ നൃഗൻ്റെ കഥയാണ് ചിന്തിക്കാൻ തുടങ്ങിയിരുന്നത്. എങ്ങനെയോ പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ട് രാജാ നൃഗൻ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ചു. അദ്ദേഹം തുടർന്നു, ഭഗവാനെ എന്തെങ്കിലും ഒരിക്കൽ അങ്ങയെ നേരിട്ട് കാണാൻ ഭാഗ്യമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓന്തായിട്ട് ഭവിച്ചപ്പോഴും അനുഷ്ഠാനങ്ങളും ദാനകർമ്മങ്ങളും നടത്താനുള്ള എൻ്റെ പ്രവണതയും അങ്ങയെ നേരിട്ട് കാണാനുള്ള എൻ്റെ തീവ്രമായ അഭിലാഷവും ഒത്തുചേർന്ന് ഞാൻ എൻ്റെ പൂർവ്വജന്മത്തിൽ ആരായിരുന്നു എന്നുള്ള സ്മരണ നിലനിർത്താൻ എന്നെ സഹായിച്ചു. ഇങ്ങനെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നവനെ ജാതിസ്മരൻ എന്നാണ് പറയുക. ഇങ്ങനെ പൂർവ്വജന്മത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ കഴിയുന്നവനെ ജാതിസ്മരൻ എന്നാണ് വിശേഷിപ്പിക്കുക. അതായത് നമ്മുടെ പൂർവ്വജന്മ ശരീരങ്ങൾ എത്ര തന്നെ എടുത്തിട്ടുണ്ടെങ്കിലോ അതേപ്പറ്റി സ്മരണയുണ്ടാകുക. പൂർവ്വജന്മ സ്മരണ സാധാരണ ആർക്കും ഉണ്ടാകില്ല. അത് ഈശ്വരാനുഗ്രഹം കൂടെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ പൂർവ്വജന്മ സ്മരണ സാധിക്കൂ. അത് സാധിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംസ്കാരം കൂടെ നമുക്ക് സംസ്കാരം എന്ന് പറയുന്നത് പ്രഹ്ലാദൻ്റെ കൂട്ടാകണം. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഈശ്വര സ്മരണ നിലനിർത്താൻ, അല്ലെങ്കിൽ ഈശ്വര സംസ്കാരം, ഈശ്വരീയ അവബോധത്തോടെ ജീവിക്കാൻ അനുനിമിഷമുള്ള ചിന്തയും വാക്കും പ്രവൃത്തിയും നമുക്ക് ഉണ്ടാക്കണം. അത് ലഭിക്കണമെങ്കിൽ ശരിക്കും ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. പരീക്ഷത്തിനെ പോലെ, അല്ലെങ്കിൽ പ്രഹ്ലാദനെ പോലെ, ധ്രുവനെ പോലെ അവരെയൊക്കെ ജീവിതം ജനിച്ച് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഇതേപോലെയാണ് വിവേകാനന്ദ സ്വാമികൾ, ഇല്ലെങ്കിൽ ശങ്കരാചാര്യ സ്വാമികൾ. ഇവർക്കൊക്കെ ജനിക്കുമ്പോൾ തന്നെ, ആ ചെറുപ്പത്തിൽ തന്നെ, കുട്ടി ബാല്യാവസ്ഥയിൽ തന്നെ ഈശ്വര അവബോധത്തോടെയാണ് ജനിച്ചതെന്നർത്ഥം. അത് പൂർവ്വജന്മ ബന്ധം കൊണ്ടാണ് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ ആയാലും അതൊന്നും അറിയില്ല, എന്നിരുന്നാലും പൂർവ്വജന്മ സ്മരണ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചു എന്നാണ് നൃഗൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭഗവാനെ എല്ലാവരുടെയും ഹൃദയത്തിൽ കൂടി കൊള്ളുന്ന പരമാത്മാവാണ് അങ്ങ്. എല്ലാവരുടെ ഹൃദയത്തിലും കൂടിക്കൊള്ളുന്നവനാണ്. സർവസ്യരാഘം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമാപോഹനം ച. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും അങ്ങയെ കാണാനുള്ള കണ്ണ് ചില ദിവ്യ യോഗികൾക്കുണ്ട്. ഗുണഗണങ്ങളിൽ അങ്ങയ്ക്ക് തുല്യം പ്രോന്നതമായിരിക്കുന്ന നില കൈവരിക്കുന്നതിനായിക്കൊണ്ട് അവർ സദാ ഹൃദയത്തിനുള്ളിൽ അങ്ങയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. ഇത്തരം സമന്നതരായ യോഗികൾ അവരുടെ ഹൃദയത്തിൽ സദാ അങ്ങയെ ദർശിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇനിയും അങ്ങയെ നേർക്കുനേർ കാണാൻ സാധിക്കുന്നില്ല. അതിനാൽ അങ്ങയെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരു വലിയൊരു അത്ഭുതമുണ്ട്. ഞാൻ അനേകം തരം കർമ്മങ്ങളിൽ നിരതനായിരുന്നവനാണ്, എനിക്കറിയാം. വിശേഷിച്ചും രാജാവെന്ന നിലയിലുള്ള കർമ്മങ്ങൾ സമൃദ്ധിയുടെയും ധാരാളിത്വത്തിൻ്റെയും മധ്യത്തിൽ ഭൗതിക അസ്തിത്വത്തിൻ്റെ സുഖഭോഗങ്ങൾക്ക് വിധേയനായിരുന്നെങ്കിലും അങ്ങയെ നേരിൽ കാണാൻ കഴിഞ്ഞ ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് വിമുക്തനാകുന്നതോടെ ഒരുവൻ അങ്ങയെ ഇതുപോലെ കാണാൻ കഴിയും. രാജാ നൃഗൻ തൻ്റെ ദുഷ്കർമ്മ ഫലങ്ങൾ അനുഭവിക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ പുണ്യകർമ്മങ്ങളിൽ വന്നുപോയ പിഴവു മൂലം അദ്ദേഹത്തിന് ഒരു ഓന്തിൻ്റെ ശരീരമാണ് ലഭിച്ചത്. അതിനാൽ ദേവനെ പോലുള്ള ഒരു ഉയർന്ന പദവിയിലേക്ക് നേരിട്ട് രൂപാന്തരപ്പെടുത്താൻ പറ്റാതെ വന്നു. എന്നാൽ പുണ്യകർമ്മങ്ങൾ ചെയ്തതിനോടൊപ്പം അദ്ദേഹം കൃഷ്ണനെ സ്മരിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ഓന്തിൻ്റെ രൂപത്തിൽ നിന്ന് അതിവേഗം വിടുതൽ നേടാനും ദേവൻ്റെ രൂപം ലഭിക്കാനും ഇടവന്നു. ഭൗതിക സമൃദ്ധികൾ ആഗ്രഹിക്കുന്നവർക്ക് സർവേശ്വരനെ പൂജിക്കുക ആണ് വഴി. ശക്തരായിരിക്കുന്ന ദേവന്മാരുടെ ശരീരം ലഭിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഈ ദേവന്മാർക്ക് പരമപുരുഷനെ നേരിൽ കാണാനും സാധിക്കും. എന്നിരുന്നാലും അവർക്ക് ആധ്യാത്മിക ലോകമായിരിക്കുന്ന വൈകുണ്ഠത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത ലഭിക്കുന്നുമില്ല. ദേവജന്മം സ്വർഗത്തിലെത്തിയാലും പോലും അവർക്ക് സ്വർഗത്തിലെ വൈകുണ്ഠത്തിൽ പ്രവേശിക്കാനുള്ള അധികാരമൊന്നും ലഭിക്കാറില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ദേവന്മാർ ഭഗവാന്റെ ഭക്തന്മാരായി തന്നെ തുടർന്നാൽ മറ്റൊരവസരത്തിൽ അവർക്ക് വൈകുണ്ഠ ലോകം പ്രാപിക്കാനാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ദേവലോകത്തെത്തിയാലും കാര്യമില്ല, സ്വർഗത്തിലെത്തിയാലും അതിൽ
ഈ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് സ്വർഗത്തിലെത്തുക. അപ്പോൾ ആ പുണ്യകർമ്മങ്ങളുടെ ഫലം തീർന്നാൽ പിന്നെയും താഴേക്ക് പതിക്കും. അപ്പോൾ അതിൽ വീണ്ടും ഉയർച്ച ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ നിഷ്കാമ കർമ്മങ്ങൾ ചെയ്ത് പരമമായ ശുദ്ധി നേടണം. അപ്പോഴേ വൈകുണ്ഠത്തിലെത്താൻ സാധിക്കൂ. ദേവന്മാർക്ക് പോലും സാധിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദേവരൂപം പ്രാപിച്ച രാജാ നൃഗൻ കഴിഞ്ഞതെല്ലാം ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു. അല്ലയോ പ്രിയപ്പെട്ട ഭഗവാനെ, അവിടുന്ന് സർവേശ്വരനാണ്. എല്ലാ ദേവന്മാരും അങ്ങേ പൂജിക്കുന്നു. അങ്ങ് ഒരു ജീവാത്മാവല്ല, പരമാത്മാവാണ്, പരമപുരുഷനാണ്, പുരുഷോത്തമൻ എന്ന് അറിയപ്പെടുന്നവനുമാണ്. ജീവാത്മാക്കളുടെ എല്ലാ സർവ്വസുഖങ്ങളുടെയും പ്രഭാവസ്ഥാനമാണ് അങ്ങ്. അതിനാൽ അങ്ങ് ഗോവിന്ദൻ എന്നറിയപ്പെടുന്നു. ഭൗതിക ശരീരം കൈക്കൊണ്ടതും ഇനിയും ഭൗതിക ശരീരം കൈക്കൊണ്ടിട്ടില്ലാത്തതുമായിരിക്കുന്ന എല്ലാ ജീവാത്മാക്കളുടെയും നാഥൻ ആണ് അവിടുത്തെ. അതായത് ഭൗതിക ലോകത്ത് വട്ടമിട്ട് കറങ്ങുന്ന മാരണങ്ങളെപ്പോലുള്ള ദുർനിമിത്തങ്ങൾ അഥവാ പ്രേതലോകത്ത് ജീവിക്കുന്നവരോ ആണ് ഭൗതിക ദേഹം കൈക്കൊള്ളാത്തവർ. അതേ സമയം ആധ്യാത്മിക ലോകമായിരിക്കുന്ന വൈകുണ്ഠത്തിൽ കഴിയുന്നവരോടൊത്ത് ഭൗതിക ഘടകങ്ങൾ നിർമ്മിച്ച ശരീരമല്ല, ഭൗതിക ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു ശരീരമല്ല. ഭഗവാനെ അവിടുന്ന് അപ്രമാദിയാണ്, സർവശ്രേഷ്ഠനാണ്. അതായത് ഭൗതിക ശരീരം ലഭിക്കുന്നത് പോലെ കിട്ടിയിട്ടുള്ള ശരീരം കൊണ്ട് വന്ന ആളല്ല ഭഗവാൻ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും നിർമ്മലനാണ്, സർവശ്രേഷ്ഠനാണ്. അങ്ങ് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമാണ്. അങ്ങ് ജീവാത്മാക്കളുടെ എല്ലാ അഭയസ്ഥാനമായിരിക്കുന്ന നാരായണനാണ്. ജീവാത്മാക്കളുടെ എല്ലാം പരമ നിയന്താവും അങ്ങ് തന്നെ. അതുകൊണ്ട് അങ്ങയെ ഋഷികേശൻ, ഇന്ദ്രിയങ്ങളുടെ ഈശൻ എന്ന പേരിൽ സംബോധന ചെയ്യുന്നത്. പ്രിയപ്പെട്ട സർവേശ്വരനായിരിക്കുന്ന കൃഷ്ണ, അവിടുന്ന് എനിക്ക് ഈ ദേവൻ്റെ ശരീരം തന്നതിൽ എനിക്ക് ഏതെങ്കിലും സ്വർഗലോകങ്ങളിലേക്ക് പോകേണ്ടി വരും. അതിനാൽ ഏത് രൂപത്തിൽ ഏത് ലോകത്തിലേക്ക് മാറ്റപ്പെട്ടാലും അവിടുന്ന് പാദപത്മങ്ങളെ ഒരിക്കലും വിസ്മരിക്കാതിരിക്കാൻ വേണ്ട അനുഗ്രഹം ദയവായിട്ട് എനിക്ക് നൽകണം. അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. അങ്ങ് സർവവ്യാപിയാണ്, കാര്യകാരണങ്ങളുടെ എല്ലാം കാരണവും ആണ് അവിടുന്ന്. അവിടുത്തെ കാര്യപ്രാപ്തിയും ശക്തിയും സീമാതീതമാണ്. നിരപേക്ഷ സത്യവും പരമദിവ്യ പുരുഷോത്തമനും പരബ്രഹ്മവും അവിടുന്ന് തന്നെ. അതിനാൽ വീണ്ടും വീണ്ടും ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ഭഗവാനെ, അവിടുന്ന് ആനന്ദമയനാണ്, ജ്ഞാനസ്വരൂപനാണ്, നിത്യനാണ്, യോഗശക്തികളുടെ മുഴുവൻ ഉടമയാണ്. അതുകൊണ്ട് അങ്ങ് യോഗേശ്വരൻ എന്നറിയപ്പെടുന്നു. അവിടുത്തെ പാദപത്മങ്ങളുടെ നിസ്സാരമായ ധൂളിയായിട്ട് എന്നെ ദയവായിട്ട് സ്വീകരിച്ചാലും. സ്വർഗലോകങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് രാജാ നൃഗൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. കിരീടം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുമാറ് കുനിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. അപ്പോൾ സ്വർഗലോകത്തു നിന്നുള്ള ആകാശ വിമാനം മുന്നിലെത്തുന്നത് കണ്ട് അതിൽ കയറാൻ ഭഗവാൻ അനുമതി നൽകി. രാജാ നൃഗൻ യാത്രയായപ്പോൾ രാജാവിൻ്റെ ബ്രാഹ്മണഭക്തിയെയും ധർമ്മനിഷ്ഠയെയും വേദ അനുഷ്ഠാന തൽപരതയെയും കുറിച്ച് തനിക്കുള്ള മതിപ്പ് ഭഗവാൻ പ്രകടമാക്കി. അതിനാൽ നേരിട്ട് ഭഗവാന്റെ ഭക്തനാകാൻ കഴിയുന്നില്ലെങ്കിൽ വൈദിക തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്താൽ ഏതെങ്കിലും ഒരു കാലത്ത് ആധ്യാത്മിക ലോകത്തേക്ക് ഉയർത്തപ്പെട്ട് പ്രത്യക്ഷമായോ അഥവാ ആധ്യാത്മിക ലോകത്തേക്ക് ഉയർത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന സ്വർഗലോകത്തേക്ക് ഉയർത്ത് പരോക്ഷമായോ ഭഗവാനെ ദർശിക്കാൻ സഹായിക്കും. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഭിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ആധ്യാത്മികമായ ജ്ഞാനം ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് ആത്മജ്ഞാന മാർഗത്തിലേക്കൊന്നും എത്തില്ല. ആദ്യം ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ജന്മമൊക്കെ ഉണ്ടാവും. അശ്രീ ജന്മോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒക്കെ ആയിട്ട് ജനിച്ചിട്ടുണ്ടല്ലോ. 84 ലക്ഷം തരം ജീവജാലങ്ങളായിട്ട് ജനിച്ച് അതിൽ നിന്ന് അപ്ഗ്രേഡേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ മനുഷ്യ ശരീരം കിട്ടുന്നത്. മനുഷ്യ ശരീരം കിട്ടിയാലും ആദ്യമൊക്കെ നമുക്ക് ഈശ്വരനെ പറ്റി യാതൊരു അവബോധം ഉണ്ടാകാൻ സാധ്യതയില്ല. അതായത് ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ഭൗതികത്വത്തിലാണ്. ശരീരത്തോടു കൂടി ജനിച്ചാൽ ഞാൻ എൻ്റെ സുഖം, എൻ്റെ ബന്ധുക്കൾ ഈ പ്രാരാബ്ധത്തിലായിരിക്കും വന്ന് ജനിക്കുക. അപ്പോൾ സംസാര ബന്ധനത്തിലാണ് ആദ്യം പെടുക. ഓട്ടോമാറ്റിക് സംസാര ബന്ധനത്തിൽ പെടുന്നവർക്ക് ഈശ്വര ഭജനം ചെയ്യാനുള്ള
ഭക്തിയും ഉണ്ടാകില്ല. പിന്നെ പലവിധ അനുഭവങ്ങൾ സംസാര ബന്ധനത്തിൽ ഇതുണ്ടാകുമ്പോൾ ദുഃഖഹേതുക്കൾ ഉണ്ടാകുമ്പോൾ ദുഃഖിക്കുന്നവരാണ് ഭഗവാനെ ആദ്യം ഭജിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദുഃഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് പ്രാർത്ഥനാ ബലത്താൽ ഭഗവാനെ ഭജിക്കുന്നവരാകും. അത് കഴിഞ്ഞ് ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്നവരാകും. ഇതെല്ലാം പലതരത്തിലുള്ള അനുഭവങ്ങളും സഹകാരി കാരണങ്ങളെ കൊണ്ട് നല്ലതും ചീത്തയായിട്ടുള്ള അനുഭവങ്ങളും സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് അതിൽ നിന്ന് പരമമായതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങുന്ന അവസ്ഥയുണ്ടാകുമ്പോഴാണ് ആത്മജ്ഞാനികളായിട്ട് മാറുക. അപ്പം എല്ലാവർക്കും അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്, നേരിട്ട് എന്നെ അറിഞ്ഞുകൊണ്ട് ഭജിക്കാൻ സാധിക്കില്ലേ തന്നെ വേദവൈദിക കർമ്മങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കൂ. അതായത് ഭക്തിയുടെ പൂജാതി കർമ്മങ്ങളോ ക്ഷേത്ര ദർശനങ്ങളോ സത്സംഗങ്ങളോ പാരായണങ്ങളോ ഒക്കെ ആയിട്ട് ജീവിക്കൂ. അത് പുണ്യകർമ്മങ്ങളുടെ മാർഗത്തിൽ സഞ്ചരിച്ചാലും വേദവൈദിക കർമ്മങ്ങൾ ചെയ്താലും അതും കൊണ്ടും ദോഷമില്ല. അല്പമാത്രമായ കർമ്മം പോലും മഹത്തായ ഫലത്തെ ഉളവാക്കുന്ന പറഞ്ഞു. അത് ഭക്തി ഇല്ലാതെ ജീവിക്കുന്നതിൽ നല്ലത് എന്തെങ്കിലും ഒരു ഭക്തിഭാവം പ്രകടമാക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യാം. കലിയുഗത്തിലാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി. പൂജയും യജ്ഞങ്ങളും യാഗങ്ങളും ഒന്നുമില്ല, 10 നാമെങ്കിലും ജപിച്ചാൽ മതി, ഭഗവാനെ സ്മരിച്ചാൽ മതി, അതിൻ്റെ ഫലം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം അല്പമാത്രമായ കർമ്മം സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതവും അഖതാഭയാത്, ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത് എന്തെങ്കിലും ഒന്നും ചെയ്യാം. അത് വേദവൈദിക മാർഗത്തിലാണെങ്കിലും ഈ ആത്മജ്ഞാനോ സത്സംഗോ ഈ പറയുന്ന ഒന്നും തത്വം ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെന്താ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അറിവുകൊണ്ട് സാധിക്കുക ഒന്നുമില്ല. ഭഗവാനെ ഒരു നേരമെങ്കിലും സ്മരിക്കുകയെങ്കിലും ചെയ്യാം. അത് മഹത്തായ ഫലത്തെ ഭാവിയിൽ ഉണ്ടാക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നതിന് നല്ലതാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതാണ് ഇന്ന് പറയുന്നത്. അപ്പം ആരെങ്കിലും ബ്രാഹ്മണന്റെ സ്വത്തിൽ, അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമായ പരോക്ഷമായിട്ടോ ആധ്യാത്മിക ലോകത്തേക്ക് ഉയർത്തപ്പെടുന്ന പ്രതീക്ഷിക്കാവുന്ന സ്വർഗലോകത്തേക്ക് ഉയർത്തപ്പെട്ട് പരോക്ഷമായോ അപരോക്ഷമായോ ഭഗവാനെ ദർശിക്കാൻ സഹായകമായി തീരും. ഏതെങ്കിലും ജന്മത്തിൽ ഭഗവാനുമായിട്ട് സമ്പർക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നർത്ഥം. ഈ അവസരത്തിൽ ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ബന്ധുക്കളോടൊപ്പം ആയിരുന്നു. അതായത് ഈ സാമ്പൻ ആദി പുത്രന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവരുമായിരുന്നു. രാജാ നൃകന്റെ വിശിഷ്ടമായിരിക്കുന്ന സംഭവത്തിലൂടെ അവർക്ക് ജ്ഞാനം പകരാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവരോട് ചിലതൊക്കെ പറഞ്ഞു. അതാണ് ഇനിയുള്ള ഭാഗത്തിൽ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഒരു ക്ഷത്രിയ രാജാവ് അഗ്നിയെ പോലെ ശക്തനും പ്രതാപിയുമാണെങ്കിൽ പോലും ഒരു ബ്രാഹ്മണന്റെ വസ്തു തട്ടിയെടുത്ത് അറിഞ്ഞോ അറിയാതെയാണെങ്കിൽ പോലും സ്വന്തം കാര്യത്തിന് വിനിയോഗിക്കാൻ അവകാശമില്ല. എങ്കിൽ പിന്നെ ഭൗതിക ലോകത്തെ ഏറ്റവും ശക്തരെന്ന് തെറ്റായിട്ട് സ്വയം കരുതുന്ന സാധാരണ രാജാക്കന്മാർ ബ്രാഹ്മണ സ്വത്ത് കൈവശപ്പെടുത്താൻ എങ്ങനെ സാധിക്കും? ബ്രഹ്മസ്വം കൈവശപ്പെടുത്തുന്ന അത്രയും അപകടകാരിയല്ല വിഷപാനം. കാരണം സാധാരണ വിഷത്തിന് ചികിത്സയുണ്ട്, അതിൻ്റെ അനന്തരഫലത്തിൽ നിന്നും മുക്തനാകാൻ പറ്റും. എന്നാൽ ബ്രഹ്മസ്വം തട്ടിയെടുക്കുക എന്ന വിഷപാനത്തിന് മറ്റു മരുന്നൊന്നുമില്ല. രാജാ നൃകൻ തന്നെ ഇതിന് പറ്റിയ ഉദാഹരണമാണ്. അപ്പം തൻ്റെ കുലത്തിൽപ്പെട്ട ഈ യദുവംശത്തിൽപ്പെട്ട തൻ്റെ പിൻഗാമികളോട് ഭഗവാൻ ഈ നൃകന്റെ കഥ പാഠമാക്കാൻ പറയുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും എത്ര പദവിയിലിരിക്കുന്ന എത്ര ഐശ്വര്യ സമൃദ്ധിയോടുകൂടിയിരിക്കുന്ന രാജാവായാലും വേണ്ടില്ല, ബ്രാഹ്മണന്റെ അല്പമാത്രമായ ബ്രഹ്മസ്വം കൈക്കലാക്കാൻ ശ്രമിച്ചാൽ, അത് നേരിട്ടോ പരോക്ഷമായോ ഏതെങ്കിലും തരത്തിൽ അത് കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് പരിഹാരമില്ലാത്ത പാപമായിട്ട്. അത് എപ്പോഴും ഇവരോട് ഓർത്തിരിക്കണം. അതായത് ഒരു കാരണവശാലും ബ്രാഹ്മണരെ അപമാനിക്കരുത്, ഇല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കരുത്. അത് വലിയ ശാപമായി തീരും. അതാണ് ബ്രാഹ്മണ ശാപത്തെ പണ്ടുകാലം തൊട്ട് എല്ലാവരും പേടിച്ചിരുന്നു. ഇന്നും ചിലർക്കൊക്കെ പേടിയാണ്, ബ്രാഹ്മണ ശാപം കിട്ടുമോ എന്നുള്ള പേടി. ബ്രഹ്മരക്ഷസ് തന്നെ പാപത്തിൻ്റെ ഇല്ലേ ബ്രാഹ്മണർ ഒരു ശാപമായിട്ട് തന്നെ ചില ബ്രഹ്മരക്ഷസിനെ മാറാറുണ്ട്. ഇതൊക്കെയാണ് ബ്രാഹ്മണരെ വേദനിപ്പിച്ചാൽ, ബ്രാഹ്മണർ മരിച്ചാലുണ്ടാകുന്ന മറ്റൊരു സ്വരൂപമാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. പ്രേതാവസ്ഥയാണ്. മറ്റൊരു ജന്മത്തിലേക്ക് പോകാതിരിക്കുക, അതെവിടെയെങ്കിലും ഒക്കെ അജ്ഞാതമായിട്ടില്ലെങ്കിൽ അവ്യക്ത സ്വരൂപമായിട്ടിരുന്നുകൊണ്ട് അവിടെ ശല്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ ബ്രഹ്മരക്ഷസിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ യദുവംശത്തിനോട് ശ്രേഷ്ഠമായൊരു ഉപദേശം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഭാവിയിൽ തന്നെ ഈ ബ്രാഹ്മണ ശാപം കൊണ്ട് യദുകുലം നശിക്കും.
അത് നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാവുന്നതാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഏത് വംശത്തിൽപ്പെട്ട ഇവർ കാരണമായിരിക്കും ബ്രാഹ്മണ ശാപം വരുത്തുക. എന്നിരുന്നാലും എല്ലാം മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുക. ഇത് ആ സമയത്തേക്കൊക്കെ ഇവർ മറന്നുപോകും. കാരണം സംഭവിക്കാനുള്ള സംഭവിക്കാതിരിക്കില്ല. നമുക്ക് എത്ര ഉപദേശം കിട്ടിയാലും വേണ്ടില്ല, ചില സമയത്ത് എത്ര ബയലോ നമുക്ക് നിയമങ്ങൾ പറഞ്ഞു തന്നാലും വേണ്ടില്ല. ഭൗതിക സമയത്ത് പോലും അല്ലേ, ഭൗതിക ജോലികൾ ചെയ്യുമ്പോൾ പോലും നമുക്ക് എത്ര ബയലോ ഇല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട നിയമങ്ങളുണ്ടെങ്കിലും ഒരു ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ പോലും അത് ചില സമയത്ത് നമ്മൾ മറന്നിട്ട് പ്രവർത്തിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ടവരോ നമ്മളുമായിട്ട് ബന്ധമുള്ളവരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ നിയമമൊക്കെ കാറ്റിപ്പറത്തിയിട്ട് നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ നിയമപാലകർ പോലും ആ അവസ്ഥയിലേക്ക് പോകുന്ന അർത്ഥം. അപ്പോൾ എത്രയൊക്കെ ഉപദേശം കൊടുത്താലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. അത് കാലത്തിൻ്റെ ഗതി കൊണ്ട് കർമ്മത്തിൻ്റെ ഗതി ഗഹനമാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ എത്രയൊക്കെ ഉപദേശം, ഇപ്പോൾ സ്കൂളിൽ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഇല്ലെങ്കിൽ പഠിച്ച വിഷയമാണോ പിന്നീട് ജീവിതത്തിൽ അത് പ്രയോഗിക്കുക? അത് ചിലതൊക്കെ പ്രായോഗികമാക്കാൻ പറ്റും, എന്നാലും അതിനെ മറന്ന് ജീവിക്കും. ചിലതൊക്കെ പ്രായോഗികമാക്കാൻ തന്നെ പറ്റില്ല. ഈ പഴയ ചരിത്രമില്ലേ സയൻസൊക്കെ പഠിച്ചിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എത്ര ശ്രേഷ്ഠമായ ഉപദേശം കിട്ടിയാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ അത് മറന്ന് പ്രവർത്തിക്കാൻ ഇടവരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും കൃഷ്ണൻ ഈ യാദവ കുലത്തിൽ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ബ്രാഹ്മണരെ ഒരു കാരണവശാലും വേദനിപ്പിക്കുക, ബ്രഹ്മസം കൈപ്പെടുത്തിയാൽ ഇല്ലേ കൈവശപ്പെടുത്താൻ ശ്രമിച്ചാൽ അറിഞ്ഞോ അറിയാതെ ചെയ്താൽ പോലും ഈ നൃഗൻ്റെ അവസ്ഥ കൈവരും, എത്ര ശ്രേഷ്ഠനായ രാജാവായാലും എന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ശക്തനും ഭക്തനുമായിരുന്നു. നൃഗനെ പറ്റി തന്നെയാണ് അതിനൊരു ഉദാഹരണം സൂചിപ്പിച്ചുകൊണ്ട് അത് തന്നെ ഇവരുടെ മുമ്പിൽ സംഭവിച്ച കാര്യമാണ്. നൃഗൻ്റെ പൂർവ്വജന്മ കഥ പറയുന്നതും ഈ യദുകുലത്തിൻ്റെ ഇല്ലേ ശ്രീകൃഷ്ണനെ ഇതൊക്കെ അറിയാമെങ്കിലും മറ്റുള്ളവരെയും കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് ചോദിച്ച് പറയിപ്പിക്കുന്നതൊക്കെ ശരിക്കും ഒരു സത്സംഗം തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നൃഗൻ്റെ വഴിക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഇതിൻ്റെ തത്വം പറയുകയാണ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉദ്ദേശം, ഇതിൽ നിന്ന് നിങ്ങളെന്താ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഭാവിയിൽ ഇവരിതൊക്കെ മറന്നിട്ട് പ്രവർത്തിക്കുന്ന അറിയാം. എന്നിരുന്നാലും ഭഗവാന്റെ ധർമ്മം നിർവഹിക്കുകയാണ്. ഞാൻ മക്കൾക്ക് സംസ്കാരം പറഞ്ഞു കൊടുത്തില്ല എന്ന്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാൻ ഇടവരുത്. ഈ മനുഷ്യകുലത്തിൽ ജനിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളൂ. അച്ഛനും അമ്മയും കാരണമാണ്, ഇല്ലേ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത് എന്നൊക്കെ ഒരു ഘട്ടത്തിലൊക്കെ ചിലപ്പം മക്കൾക്ക് തോന്നാം. എന്തായാലും ശ്രീകൃഷ്ണൻ ഏതായാലും ഈ ബ്രാഹ്മണരെ ഒരു കാരണവശാലും അപമാനിക്കരുത്, എന്നാൽ താൻ അറിയാതെ ഒരു ബ്രാഹ്മണൻ്റെ പശുവിനെ കൈയടക്കുക എന്ന ചെറിയ തെറ്റിന് അദ്ദേഹം ഭീവത്സമായിരിക്കുന്ന ഒരു ഓന്തിൻ്റെ രൂപത്തിൽ ജന്മമെടുക്കേണ്ടതായിട്ട് വന്നു. സാധാരണ വിഷം അത് കഴിക്കുന്നവന് മാത്രമേ ബാധിക്കൂ. സാധാരണ അഗ്നി വെള്ളമൊഴിച്ച് കെടുത്താൻ സാധിക്കും. എന്നാൽ ബ്രാഹ്മണൻ്റെ ആധ്യാത്മിക ശക്തി കൊണ്ട് ജ്വലിപ്പിക്കുന്ന അരടി എന്ന അഗ്നിക്ക് ബ്രാഹ്മണനെ പ്രകോപിപ്പിച്ചവൻ്റെ വംശം തന്നെ ഭസ്മമാക്കാൻ കഴിവുണ്ട്. പണ്ടൊക്കെ ബ്രാഹ്മണർ തീയുണ്ടാക്കാൻ തീപ്പെട്ടിയോ ഇല്ലെങ്കിൽ ഭാഗ്യവസ്തുക്കളോ ഉപയോഗിച്ചിരുന്നില്ല. അരണി കടഞ്ഞിട്ടാണ്, മന്ത്രം കൊണ്ടാണ് അവർ അഗ്നി ആവാഹിക്കുകയാണ് പതിവ്. ആരെങ്കിലും ബ്രാഹ്മണൻ്റെ സ്വത്തിൽ കൈവച്ചാൽ 3 തലമുറക്കാലത്തേക്ക് അവൻ തുലഞ്ഞത് തന്നെ. എന്നാൽ ബ്രാഹ്മണന്റെ സ്വത്ത് കൈവശപ്പെടുത്തവൻ്റെ 10 തലമുറ മുൻപും പിൻപുമുള്ളവർ നാശമായിരിക്കും അവരനുഭവിക്കേണ്ടി വരിക. നേരെ മറിച്ച് വൈഷ്ണവനോ ഭഗവത് ഭക്തനോ തീർന്നാൽ അയാൾക്ക് 10 തലമുറ മുമ്പും 10 തലമുറ പിൻപും ഉള്ളവർക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യും. ഇതാണ് പ്രഹ്ലാദൻ്റെ വംശത്തെപ്പറ്റി സൂചിപ്പിച്ചുകൊണ്ട് ബാണാസുരന് മോക്ഷം കിട്ടാൻ കാരണം ഈ നരസിംഹാവതാരത്തിൽ പ്രഹ്ലാദനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ പറയുമ്പം ഇല്ലേ സ്തുതിക്കുമ്പം പ്രഹ്ലാദൻ സ്തുതിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കുമ്പം ഒരു വരം കൊടുക്കും. 21 തലമുറ മുൻപും പിൻപും നിൻ്റെ പിൻഗാമികളും പിന്നോട്ട് പോയവർക്കും പിതൃക്കൾക്കും ഒന്ന് ചോദിച്ചുകൊണ്ടു, എൻ്റെ പിതാവ് ഹിരണ്യകശിപു നിരീശ്വരവാദിയായിരുന്നു, അങ്ങേ നിന്ദിച്ചിട്ടുണ്ട്, ആ പിതാവിന് മോക്ഷം കൊടുക്കണം, മാപ്പ് കൊടുക്കണം എന്നാണ് പ്രഹ്ലാദൻ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ഭഗവാൻ പ്രഹ്ലാദൻ്റെ മുൻപും പിൻപും ഉള്ള 21 തലമുറയ്ക്ക് മോക്ഷം കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയെന്നർത്ഥം. അത് ബാണാസുരന് മോക്ഷം കൊടുക്കും. കാരണം ഈ പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ച ആളാണ് ബാണാസുരൻ. പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു മഹാബലിയുടെ മൂത്ത പുത്രനാണ് ബാണാസുരൻ.
അതുകൊണ്ട് പ്രഹ്ലാദനോടുള്ള വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയിട്ട് യുദ്ധമൊക്കെ ഉണ്ടായെങ്കിലും വേണ്ടില്ല, അവസാനം ബാണാസുരനെ വെറുതെ വിടാനുള്ള കാരണവും കൂടെ അവിടെ വ്യക്തമാക്കുന്നുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ആരെങ്കിലും ബ്രാഹ്മണന്റെ സ്വത്തിൽ കൈവശാൽ 3 തലമുറക്കാലത്തേക്ക് അവൻ തുലഞ്ഞത് തന്നെ. എന്നാൽ ബ്രാഹ്മണന്റെ സ്വത്ത് മനഃപൂർവ്വം കൈവശപ്പെടുത്തിയാലോ 10 തലമുറ മുമ്പും പിൻപും നാശമായിരിക്കും ഫലം. നേരെ മറിച്ച് വൈഷ്ണവനോ ഭഗവത് ഭക്തനോ ആയിരുന്നാൽ അയാൾക്ക് 10 തലമുറ മുൻപും പിൻപും മോക്ഷപ്രാപ്തിക്ക് അർഹനായിത്തീരും എന്നാണ് സൂചിപ്പിച്ചു. ഇനിയും ഭഗവാൻ തൻ്റെ കുലത്തിൽപ്പെട്ടവർക്ക് ചില ഉപദേശവും കൂടെ ബ്രാഹ്മണത്വത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബ്രഹ്മഹത്യ ഒരിക്കലും ചെയ്യരുത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.